ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നറിയില്ല. സന്തോഷമായിട്ടിരിക്കണം. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കരുത്. ഈ ഒരു ചെറിയ സമയത്തിൽ തന്നെ ഏട്ടൻ്റെ സ്നേഹം ഞാൻ ആവോളം ആസ്വദിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന് അതുമാത്രം മതി ഇനി മുന്നോട്ട് ജീവിക്കാൻ. എല്ലാ പ്രണയങ്ങളും വിജയിക്കണമെന്നില്ല ഏട്ടാ. നമുക്ക് വിധിയില്ല. ഈ ജന്മത്തിൽ ഏട്ടൻ്റെ കൂടെ ജീവിക്കേണ്ടത് മറ്റൊരു പെണ്ണായിരിക്കാം. ആദി അവളെ നെഞ്ചിലേക്കിട്ട് മുറുകെ പുണർന്നു. ഇനി നീ ഒരു അക്ഷരം പറയരുത് പെണ്ണെ. ഞാൻ സഹിക്കില്ല. ഒരുപക്ഷെ ഞാൻ നിന്നെ തല്ലിപ്പോകും. പക്ഷേ അത് ചെയ്യാത്തത് നിന്നെ ഞാൻ ഒരിക്കലും നോവിക്കില്ല എന്ന് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ്. എൻ്റെ പേരിൻ്റെ കൂടെ വേറൊരു പെണ്ണെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു പെണ്ണെ? നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം. ഈ ആദികേശിൻ്റെ മാത്രം പെണ്ണ്. അവളും അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ബോധം വന്ന പോലെ അവൾ പിടഞ്ഞു മാറി. ഞാൻ പോവേട്ടാ, അവൾ അതും പറഞ്ഞുകൊണ്ട് സ്റ്റെയറിൻ്റെ അടുക്കിലേക്ക് പോയി. പെട്ടെന്ന് തോളിലൊരു കൈ അമർന്നു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ആദികേശിൻ്റെ അച്ഛൻ സഹദേവായിരുന്നു. പേടിച്ചു പോയോ? അവൾ അതേപടി നിന്നു. രുദ്രൻ്റെയും ആദുവിൻ്റെയും ആദിയുടെയും നിഹിയുടെയും മുഖത്ത് അന്താളിപ്പായിരുന്നെങ്കിൽ ദേവച്ചൻ്റെയും ദേവമ്മയുടെയും രേവമ്മയുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിയായിരുന്നു. അച്ഛൻ്റെ നിഹിമോളിങ്ങി വാ. എടാ കൊച്ചെറുക്കാ, വാ അടയ്ക്കടാ. സ്നേഹം കൂടുമ്പോൾ ആദിയും അവൻ്റെ അച്ഛനും മച്ചാന്മാരാണ്. അപ്പോൾ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അച്ഛനെന്നെ ഇപ്പോഴെന്താ വിളിച്ചത്? കൊച്ചെറുക്കാന്ന്. പോയി നിന്റെ പെണ്ണുപിള്ളെ വിളിച്ചോണ്ട് വാടാ. അവർക്ക് 4 പേർക്കും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. ആദ്യം പോയി നിഹയെ വിളിച്ചുകൊണ്ട് വന്നു. സഹു അവളെ ചേർത്ത് പിടിച്ചു. അച്ഛൻ്റെ മോള് പേടിച്ചു പോയോ? ഒരുപാട് വിഷമിപ്പിച്ചോ ഞാൻ? നിന്നെ എൻ്റെ മോന് കിട്ടുന്നതിലും വലിയ പുണ്യം വേറെ എന്താണ് മോളെ? നീ എൻ്റെ ആദിയുടെ പെണ്ണ് തന്നെയാണ്. സഹുവച്ച ഒന്ന് തെളിച്ചു പറ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാടാ മോനെ. ഞാൻ പറയാം സഹുവേട്ടാ. മോനെ രുദ്ര, അതായത് ഇവിടെ നടന്നത് ചെറിയൊരു നാടകമാണ്. മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. നിനക്കറിയാലോ മോനെ, നീയും ഇവനും ഞങ്ങൾക്ക് സ്വന്തം മക്കൾ തന്നെയാണ്. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട്. എന്നിട്ടുകൂടി ഈ കാര്യം നിങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞില്ല. ശരിക്കും വിഷമം തോന്നി ഞങ്ങൾ 4 പേർക്കും. ദേവേട്ടനും ദേവിയും അപ്രതീക്ഷിതമായാണ് ഇതറിഞ്ഞത്. ആദിയുടെയും നിഹയുടെയും സംസാരത്തിൽ കൂടി അവർ തമ്മിൽ ഇഷ്ടമാണെന്നറിഞ്ഞത് നിങ്ങൾ ഹണിമൂണിന് പോയ ദിവസം. ശരിക്കും സങ്കടം തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള ചെറിയ പണി എന്ന നിലയിൽ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലായി. എൻ്റെ പ്രിയപ്പെട്ട സൽപുത്രനെ പൂട്ടാനാണ് ഞങ്ങൾ വന്നത്. അമ്മ, അച്ഛ, സോറി. അവൻ 2 പേരെയും കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട നിഹയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു മോളെ വേണമെന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നത് ഈ ചക്കരക്കുട്ടിയെ. ഇങ്ങ് വാ. അവളും വന്ന് അവരോട് ചേർന്ന് നിന്നു. രേവതി അവളെ ചേർത്ത് പിടിച്ചു. ദേവച്ച, ദേവമ്മേ, എന്നോട് ക്ഷമിക്കണം, സോറി. അവരും വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ദേവച്ചനും അവളുടെ മൂർധാവിൽ ഒരു ചുംബനം നൽകി ആദിയെ ചേർത്ത് പിടിച്ചു. അവർക്കും അത് മതിയായിരുന്നു. ഇത് കണ്ട് കുശുമ്പ് കയറിയ ആദുവിനെയും ആദി വലിച്ച് അവരോട് ചേർത്ത് നിർത്തി. എടാ സൂത്രധാരക, നീ എന്നാ നോക്കൊണ്ട് നിൽക്കുക? വാടാ ഇവിടെ. രുദ്രനും ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു. അപ്പോൾ തന്നെ രുദ്രന്റെ ഫോണിൽ അവൻ സെറ്റ് ചെയ്ത ടൈമറിൽ ആ കുടുംബചിത്രം മനോഹരമായി പകർന്നിരുന്നു. മോനെ കള്ള കാമുക, നമുക്ക് കെട്ട് നടത്തണ്ടേ? പിന്നെ വേണ്ടേ? ഞാൻ ദേ ഇപ്പം ആയാലും റെഡി. അയ്യടാ, മോൻ്റെ ആഗ്രഹം കൊള്ളാലോ. ഇനി അതിന് തല്ലുകൊണ്ട അല്ല ദേവാ. അതാണ് നിങ്ങളുടെ നിശ്ചയം മറ്റേനാൾ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് താലികെട്ട്. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ആദി 2 അച്ഛന്മാരെയും കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഐ എം വെരി ബ്ലെസ്ഡ് ടു ഹാവ് യു, ലവ് യു. അപ്പോഴത്തേനും അവർ എത്തിയിരുന്നു. ദ ഗ്രേറ്റ് ശ്രീധർ മേനോൻ ആൻഡ് ആരതി ശ്രീധർ. അവരെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് വരവേറ്റെങ്കിലും നിഹിയുടെ മുഖം മങ്ങി തന്നെയിരുന്നു. അതിന് കാരണക്കാർ തങ്ങൾ തന്നെയാണെന്ന് ഓർത്തപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചു നൊന്തു. പിന്നെ അവിടെ നടന്നത് ഏറ്റവും സങ്കടം നിറഞ്ഞ കാര്യങ്ങളാണ്. തന്നെ ചേർത്ത് പിടിക്കാൻ വന്ന അമ്മയോടും അച്ഛനോടും ഇതുവരെ താൻ അനുഭവിച്ച വിഷമങ്ങൾ എണ്ണി ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ മറുപടിയില്ലായിരുന്നു.
അതേസമയം തൻ്റെ മകൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം കണ്ടപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും തല കുറ്റബോധത്താൽ താണു തന്നെയിരുന്നു. പക്ഷേ നിഹയ്ക്ക് അവളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരുന്നു. ആ അച്ഛൻ്റെയും അമ്മയുടെയും തലോടലിൽ അവൾ കുഞ്ഞു നിഹയായി മാറുകയായിരുന്നു. ആരുവമ്മയും ശ്രീയച്ഛനും മകൾക്ക് ഇത്രയും നാൾ കൊടുക്കാൻ പറ്റാത്ത സ്നേഹം അതിനിരട്ടിയായി നൽകാൻ തുടങ്ങുകയായിരുന്നു. എല്ലാവർക്കും എല്ലാം കൊണ്ടും സന്തോഷമായി. പിന്നെ അവരെല്ലാം സന്തോഷത്തോടെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയിരുന്നു. ആ സമയമെല്ലാം ആരുവമ്മയും ശ്രീയച്ഛനും നിഹയെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി ആദിയും നിഹയും ഒരു ഫ്രഞ്ച് വിപ്ലവം നടത്തിയിരുന്നു. വേറെയൊന്നിനുമല്ല, നിഹ തന്നെ വിട്ട് കാനഡയ്ക്ക് പോകുവാണെന്നും പറഞ്ഞ് വേറെ ഒരു വശത്ത് നമ്മുടെ രുദ്രനും ആദവും ചെറിയ കുറുമ്പുകളിലൂടെ പ്രണയം കൈമാറി. ആ ടെക്സ്റ്റൈൽസ് വിട്ടിറങ്ങുമ്പോൾ അവരെല്ലാം ആദികയുടെ കല്യാണം വരവേൽക്കാൻ തയ്യാറാകുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചൊറിയമ്പുഴുവിൻ്റെയും അവൻ്റെ കുട്ടി പിശാശിൻ്റെയും കല്യാണം. വീട് കാലനെ, ഇനി നിങ്ങളുടെ പെങ്ങളുടെ കല്യാണമൊന്നും അല്ല വിചാരമുണ്ടോ? എന്നെ വിട്ടേ കാല. പ്ലീസ് അടങ്ങി കിടക്ക്. എനിക്ക് നിന്റെ മാറോട് ചേർന്ന് ഇനിയും കിടക്കണം. ഇറ്റ്സ് ദ ബെസ്റ്റ് പെയിൻ കില്ലർ. അവൻ വീണ്ടും അവളുടെ നഗ്നമായ മാറിലേക്ക് ഒന്നുകൂടി തല ചേർത്ത് വിളിച്ചു. രുദ്രേട്ട പ്ലീസ് ഒന്ന് എണീക്ക്, എനിക്ക് ഒരുങ്ങണം. അവൾ രുദ്രനെ ബലമായിട്ട് പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷെ നമ്മുടെ ചെക്കൻ വിടുവോ? അവൻ തലയുയർത്തി അവളുടെ ചുണ്ടോട് ചുണ്ടു ചേർത്ത് വെച്ചു. ദീർഘമായ ചുംബനം. അവൻ എന്നും അവളുടെ അധരങ്ങൾ ഏറ്റവും വീര്യമുള്ള ലഹരിയാണ്. അല്പസമയത്തിന് ശേഷം കിതച്ചുകൊണ്ട് അവൻ വിട്ടുമാറിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും പതിഞ്ഞിരുന്നു. കാലൻ അവൻ്റെ യക്ഷിപ്പെണ്ണ് നൽകുന്ന വാത്സല്യത്തിൻ്റെ ചുംബനം. ഇനി പൊക്കോ എൻ്റെ യക്ഷിപ്പെണ്ണ്, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, പോടെ കാല. അവൾ അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ച് അവൻ്റെ കൺപോളയിൽ ഒന്ന് കടിച്ചു വലിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഡി യക്ഷിപ്പെണ്ണേ, നിന്നെ എൻ്റെ കൈ കിട്ടും കേട്ടോ. ഓ ആയിക്കോട്ടെ കാല, ഞാൻ കാത്തിരിക്കുന്നു. ഈ പെണ്ണെന്നെ വഴി തെറ്റിക്കും, അവൾ വിളിച്ചു കൂവി. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ ഗന്ധം തറഞ്ഞു നിൽക്കുന്ന പില്ലോയിലേക്ക് മുഖം ചേർത്ത് വെച്ച് ശ്വാസം വലിച്ചു വീണ്ടും കണ്ണുകൾ അടച്ചു കിടന്നു. കുറച്ചു സമയത്തിന് ശേഷം എങ്ങനെയൊക്കെയോ നമ്മുടെ ദേവുവമ്മയും ആരുവമ്മയും ആധുവുമൊക്കെ ചേർന്ന് നിഹയെ കുത്തിപ്പൊക്കി. ഇല്ലിൽ സദ്യ തരൂല എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ഉറക്കം ഏതൊക്കെയോ വഴിയിപ്പോയി. ഒന്നുമില്ലെങ്കിൽ സ്വന്തം കല്യാണത്തിന് ഫുഡ് നിഷേധിക്കപ്പെടുന്ന ആദ്യത്തെ കുട്ടി താനാവാൻ നമ്മുടെ നിഹക്കൊച്ച് ആഗ്രഹിക്കുന്നില്ല. കുറച്ചു സമയത്തെ പരിശ്രമത്തിന് ശേഷം ബ്യൂട്ടീഷ്യൻ ചേച്ചി നല്ല താമരപ്പൂ പോലെ വിരിഞ്ഞു നിന്നിരുന്ന നമ്മുടെ നിഹക്കൊച്ചിൻ്റെ മുഖം ഏതോ അൾട്ടിമ പ്രോമാക്സ് പുട്ടിയിൽ മുക്കിയെടുത്തു. എന്നാലും നമ്മുടെ കൊച്ച് സുന്ദരിയായിരുന്നു. ഒരു ദേവിയെപ്പോലെ ആ കാഞ്ചീപുരം പട്ടുസാരിയിൽ അവൾ തിളങ്ങി. മിതമായ ആഭരണങ്ങളും അവളുടെ അഴക് കൂട്ടി. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ചെക്കൻ റൊമാൻസ് വർക്കൗട്ട് ആക്കാൻ നോക്കിയെങ്കിലും നമ്മുടെ ആദ്യം നോക്കി പേടിപ്പിച്ചപ്പോൾ ചെക്കൻ ഡീസൻ്റായി. നമ്മുടെ ആദ്യേട്ടൻ എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ മുന്നേ എഴുന്നേറ്റ് ഒരുങ്ങി. നല്ല വൈറ്റ് മുണ്ടിലും ഷർട്ടിലും ചെക്കൻ കിടുക്കൻ ലുക്കായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ചെക്കൻ്റെ കല്യാണമാണെന്ന് പോലും ഓർക്കാതെ കുറേ പിടക്കോഴികൾ ചോരയൂറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇരു വീട്ടുകാരും നിമിഷങ്ങൾ ഇടവിട്ട് അമ്പലത്തിൽ എത്തിച്ചേർന്നു. രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നിറഞ്ഞ പുഞ്ചിരി പരസ്പരം കൈമാറി. രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് ഭഗവാന്റെ മുന്നിൽ പോയി കൈകൂപ്പി പ്രാർത്ഥിച്ച് പുതിയ തുടക്കത്തിനായി. അവരുടെ ചുറ്റും കൂടി നിന്നവരിലും ഇതേ പ്രാർത്ഥനയായിരുന്നു. പ്രത്യേകിച്ച് രുദ്രൻ്റെയും മാധുവിൻ്റെയും മുഖം സന്തോഷം കൊണ്ട് തുടുത്തിരുന്നു. അവർ പരസ്പരം കണ്ണ് ചിമ്മി കാണിച്ചു. അതേസമയം തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആദിയും നിഹിയും അവരെ നോക്കി കണ്ണിറക്കി. ചുറ്റും കൂടി നിന്നവർക്ക് ഒന്നും കൂടി വെളിപ്പെടുത്തുകയായിരുന്നു അവരുടെ സൗഹൃദത്തിൻ്റെ ആഴം. കല്യാണം ലഘുവായിട്ട് നടത്താൻ ഉദ്ദേശിച്ചതിനാൽ തന്നെ അടുത്ത ബന്ധുക്കൾ മാത്രമേ അമ്പലത്തിലുള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഗ്രാൻഡായിട്ടുള്ള റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നു. കല്യാണം ലഘുവായി അങ്ങനെ 11-നും 11:15-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ആദി അവൻ്റെ പേരുകൊത്തിയ താലി നിഹിയുടെ കഴുത്തിൽ കെട്ടി സിന്ദൂരം അണിയിച്ചു. കൂടെ കവളിൽ ഫ്രീ ആയിട്ട് ഒരു ഉമ്മയും. സന്തോഷം കണ്ട് ആരു അമ്മയുടെയും ശ്രീധരനച്ഛൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. തുടർന്ന് സദ്യയും കഴിഞ്ഞ് അവരെല്ലാം മടങ്ങി. നമ്മുടെ നിഹക്കൊച്ച് സ്വന്തം കല്യാണമാണെന്ന് പോലും ഓർക്കാതെ നല്ല പോലെ പോളിംഗ് ആയിരുന്നു. തുടർന്ന് ആദിയെയും നിഹയും കൊണ്ടുപോയത് ആദി പണിത വീട്ടിലേക്കായിരുന്നു. രേവു അമ്മ ആരതി ഒഴിഞ്ഞ് നിലവിളക്കം കൊടുത്ത് നിഹയെ ഉള്ളിലേക്ക് കയറ്റി. അവളും നിറഞ്ഞ പ്രാർത്ഥനയോടെയും സന്തോഷത്തോടെയും വലതുകാൽ വെച്ച് ഉള്ളിലേക്ക് കയറി.
വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ചു. പിന്നെ മധുരം വെപ്പും തുടർന്നുള്ള ചടങ്ങുകളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരത്തേക്കുള്ള റിസപ്ഷന്റെ തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ചൊറിയനമ്മായി ജലജയമ്മായി നമ്മുടെ നിഹക്കൊച്ചിൻ്റെ സ്വർണം അളക്കാൻ വന്നെങ്കിലും ആധുവിൻ്റെ കണ്ണുരുട്ടലിൽ പേടിച്ചുപോയി. അല്ലെങ്കിലും അന്നത്തെ അടിയുടെ ചൂട് പെട്ടെന്ന് മറക്കൂലല്ലോ. കിടുക്കൻ രീതിയിലുള്ള ഫോട്ടോഷൂട്ടും റിസപ്ഷനുമായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷം രുദ്രൻ്റെ കുടുംബവും ശ്രീയച്ഛനും ആരുവമ്മയും മടങ്ങിപ്പോയി. അവർ പോയപ്പോഴത്തേക്കും നമ്മുടെ നിഹക്കൊച്ചിൻ്റെ മുഖം പതിയെ മാറാൻ തുടങ്ങി. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും 10-25 വർഷം ജീവിച്ച സ്ഥലത്ത് നിന്ന് മാറ്റി നടുകയാണല്ലോ. പക്ഷേ നമ്മുടെ ആദിയുടെ ചേർത്ത് നിർത്തലിൽ കൊച്ചിന് സമാധാനമായി. ഇനി മുതൽ ആ വീട്ടിൽ എറണാകുളത്ത് തന്നെ ഉണ്ടാവുമെന്ന് വാക്കും കൊടുത്തു. അപ്പോഴത്തേക്കും കൊച്ചു ഡബിൾ ഹാപ്പി. രോമേ, ഇതൊക്കെ വേണോ? ഇതൊക്കെ ഒരു ആചാരമല്ലേ മോളെ? അമ്മയ്ക്ക് നല്ല ക്ഷീണം. ഈ സാരി ഒന്ന് വേഗം കൊടുത്തേ, അല്ലേ നല്ല പെട കിട്ടോ. രേവുമ്മ എങ്ങനെയൊക്കെയോ സാരി ഉടുപ്പിച്ച് പാലും കൊടുത്ത് നമ്മുടെ നിഹക്കൊച്ചിനെ ഉന്തിയും തള്ളിയും വിട്ടു. നമ്മുടെ നിഹക്കൊച്ചല്ലേ, അതിന് പിന്നെ പ്രത്യേകിച്ച് നാണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൂസലുമില്ലാതെ ആദിയുടെ റൂമിലേക്ക് കയറിപ്പോയി. പിന്നെ നേരത്തെ രേവുമ്മയുടെ അടുത്ത് കാണിച്ചത് വെറും പ്രഹസനം. അവൾ പാലും കൊണ്ടുവച്ചിട്ട് ആ റൂം മുഴുവൻ നോക്കി. അവൾക്ക് വല്ലാത്തൊരു ശാന്തതയും ഭംഗിയും ആ മുറിക്ക് തോന്നി. വളരെ മനോഹരമായിട്ട് തന്നെ റെഡ് റോസ് പെറ്റൽസ് കൊണ്ട് ബെഡ് അലങ്കരിച്ചിരുന്നു. അവൾ അതിലേക്ക് കണ്ണും നട്ട് നോക്കിയിരുന്നു. ഒരു കള്ളച്ചിരി അവളുടെ ചുണ്ടിൽ മിന്നി മാഞ്ഞു. ആദി ഒരിക്കൽ ഈ റൂമിൽ അവളെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യം ഉള്ളിൽ കൂടി പോയി. അതിൻ്റെ പ്രതിഫലനമാണ് ആ ചിരി. ഈ മുറിയാണ് നമ്മുടെ സ്വർഗം, നമ്മുടെ മാത്രം. ആദ്യരാത്രിയിൽ വിയർത്തൊട്ടി എൻ്റെ മാറോട് നീ ചേർന്ന് കിടക്കുമ്പോൾ പതിയെ നിന്റെ ചെവി കടിച്ചു വലിച്ച് എനിക്ക് പറയണം നിഹ, ഈ ആദിയുടെ മാത്രമാണ് നീയെന്ന്. മറ്റൊന്നിനും എന്നേക്കാൾ ഉപരി നിന്റെ മുകളിൽ സ്ഥാനമില്ലെന്ന്. അപ്പോൾ നീ എന്നെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി എൻ്റെ ചുണ്ടിൽ ചുംബിക്കണം, മറ്റാർക്കും നീ നൽകാത്ത ചുംബനം. ആ വാക്കുകൾ ഓർത്തുകൊണ്ട് അവൾ ഫോണെടുത്ത് ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി. എവിടെ ആദിയേട്ടാ നിങ്ങളെ കഥ ഞാൻ എത്ര നേരം കൊണ്ടിരിക്കുവാണെന്നറിയോ? യെസ്, ടുഡേ ഈസ് അവർ സ്പെഷ്യൽ ഡേ. നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ദിവസം. ഇത് കേട്ടുകൊണ്ടാണ് ആദി അകത്തേക്ക് വന്നത്. ഈശ്വരക്ക് വട്ടായെന്ന് തോന്നുന്നു. നീ എന്നെ തേച്ചിട്ട് വേറെ വല്ലവരെയും നോക്കാൻ പ്ലാൻ ഉണ്ടോ എന്തോ? ബുദ്ധിയും വെളിവും ഇല്ലാത്തതിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുക. നീയേ തോണ, ഒരു ഇൻഷുറൻസ് പോലും ഇല്ല. ആദി ആത്മകഥം പറഞ്ഞു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ ഫോണിലുള്ള അവൻ്റെ ഫോട്ടോ നോക്കിയാണ് കൊച്ചിൻ്റെ കലാപരിപാടിയെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതിയെ അടുത്തേക്കിരുന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ച് വയറിൽ ചുറ്റിപ്പിടിച്ചു. നമ്മുടെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പുറകിൽ നിന്ന് വന്ന് പേടിപ്പിക്കാൻ നോക്കിയിട്ടല്ലേ? മുട്ടുവെച്ച് വയറ്റിനൊന്ന് കൊടുത്തു. സോറി അതേട്ടാ, ഞാൻ പെട്ടെന്ന് പേടിച്ചപ്പോൾ ചെയ്തതാ. എന്നെ പുറകിൽ നിന്ന് പേടിപ്പിച്ചിട്ടല്ലേ? ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? നിന്നെ ഒന്ന് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേടി. ഞാൻ ഇങ്ങനെ പോയി നിന്റെ കൊച്ചുങ്ങൾക്ക് അച്ഛനുണ്ടാവട്ടോ, ഞാൻ തട്ടിപ്പോവും. സോറി ഏട്ടാ, ഇനി ഞാൻ ചെയ്യില്ല. സാരമില്ല, പോട്ടെ. അവൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ടും കൊച്ചിൻ്റെ മുഖം വാടിയിരുന്നു. അത് മനസ്സിലായ ആദി അവളെ വലിച്ച് മടിയിലേക്കിട്ടു. എന്തടി കുട്ടി പിശാശേ, നിനക്കൊരു സങ്കടം? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഇപ്പോഴോ ചൊറിയുമ്പോഴും. അപ്പോൾ നാക്ക് തിരിച്ചു വന്നല്ലേ? ഒന്ന് പോവാതി ഏട്ടാ. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തി. അവളും അവനെ ചുറ്റിപ്പിടിച്ചു. നേഹ, ഐ നീഡ് യു. അതിന് മറുപടി പറഞ്ഞത് അവളുടെ ചുണ്ടുകൾ അവൻ്റേതിൽ ചേർത്തുകൊണ്ടാണ്. ആ രാത്രി അവരുടേതായിരുന്നു. അവൾക്ക് സ്വന്തമായതെല്ലാം അവളുടെ പ്രാണന് നൽകി. അവരുടെ പ്രണയം കണ്ട നക്ഷത്രങ്ങൾ നാണത്താൽ കണ്ണു ചിമ്മി. നിഹ, എന്താ ഏട്ടാ? നോ, ഐ ആം ഹാപ്പിയസ്റ്റ് പേഴ്സൺ. ഒരു ചെറിയ വഴക്കിലൂടെ നീ എൻ്റെ കുട്ടിപ്പിശാശായി മാറി. ഇപ്പോൾ എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ. ഐ കാണ്ട് എക്സ്പ്ലെയിൻ ദറ്റ് ഫീലിംഗ്. യു ആർ ഓൾവേസ് മൈൻ. നിഹ എന്നും ആദിയുടെ മാത്രമാണ്. ആർക്കും കൊടുക്കില്ല ഞാൻ എൻ്റെ കുട്ടിപ്പിശാശിനെ. എനിക്ക് വേണം മുഴുവനായി. അവൻ പതിയെ അവളുടെ ചെവി കടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി. ഒരിക്കൽ കൂടി ആദി നിഹയിൽ അലിഞ്ഞു ചേർന്നു. ഇതേ സമയം നമ്മുടെ രുദ്രനും അവൻ്റെ യക്ഷിപ്പെണ്ണിനെ സ്നേഹിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം. ഏക
ഡീ ഒന്നിങ്ങ് വരുമോ? എന്ത് രുദ്രേട്ടാ എന്നെ കിടന്ന് വിളിച്ചു പോന്നേ? വന്ന് നിനക്കൊരു സ്നേഹമില്ല കേട്ടോ. ദേ രുദ്രേട്ടാ എൻ്റെ വായിലിരിക്കുന്നേ കേൾക്കരുത്. അവൾ മുകളിലേക്ക് വന്ന് അവൻ്റെ മൂക്കിൽ പിടിച്ചു വലിച്ചു പറഞ്ഞു. ഉഫ് ടീ എൻ്റെ മൂക്ക്. പിന്നെ ഞാൻ എന്ത് വേണോടാ പരട്ട കാല, നിങ്ങൾ ഇമാതിരി വർത്താനം പറഞ്ഞാ? ഓഹ് അടങ്ങൻ്റെ യക്ഷിപ്പെണ്ണെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയാ. ലുക്സ് ലൈക്ക് എ ചെറി ദാറ്റ് ഐ ടൈം ടു ലേക്ക്. അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. ചി. അവൾ തിരിഞ്ഞു നിന്നു. അവൻ അവളുടെ കയ്യിന്മേൽ പിടിച്ചു വലിച്ച് മടിയിലേക്കിട്ടു. അവൾ അവൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി തന്നെ ഇരുന്നു. അവൻ്റെ മുഖം പതിയെ അവളിലേക്ക് ചാഞ്ഞു. എന്നാൽ അതിൻ്റെ ഇണയെ പുണരുന്നതിന് മുൻപ് രണ്ട് കൊഞ്ചിക്കൊണ്ടുള്ള വിളികൾ കേട്ട് അവർ പരസ്പരം അഴർന്ന് മാറി ഡോറിലേക്ക് നോക്കി. മേ. അത് നമ്മുടെ രുദ്രൻ്റെയും മാധുവിൻ്റെയും പ്രോഡക്റ്റ്സ് ആയിരുന്നു. 4 വയസ്സുള്ള ഋത്വിക് രുദ്രാക്ഷ് മഹാദേവ് എന്ന അച്ചുമോനും ഋത്വിക രുദ്രാക്ഷ് മഹാദേവ് എന്ന കുഞ്ഞിയുമായിരുന്നു. നമ്മുടെ മക്കൾ പൊളിയടി, സമയത്ത് തന്നെ വരും, എപ്പോഴും കറക്റ്റ്. അവൻ അവളുടെ ചെവിയിലേക്ക് മുഖമടുപ്പിച്ചു പറഞ്ഞു.